നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുണൈറ്റഡ് 5 കളികൾ തുടർച്ചയായി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഫ്രാങ്ക് ഗില്ലറ്റ് ആയിരിക്കും എന്നാണ് ആരാധകർ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. യുണൈറ്റഡ് 5 കളി തുടർച്ചയായി വിജയിക്കരുത് എന്നാണ് അയാളുടെ ആഗ്രഹം എന്ന് പറയുന്നത് വെയിൻ റൂണിയാണ്. ഇപ്പോൾ അതാണല്ലോ, ഈ മുടിവെട്ടലാണ് ഇപ്പോൾ വലിയ കാര്യം. യുണൈറ്റഡ് വാർത്തകൾ പറയുന്നിടത്തൊക്കെ BBC തന്നെ ഇന്നത്തെ റിസൾട്ടൊക്കെ റിപ്പോർട്ട് ചെയ്ത് നോക്കണം. നോ വിൻ നോ ട്രിം എന്നാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരവസ്ഥയല്ലേ? യുണൈറ്റഡിൻ്റെ കളിയെക്കുറിച്ച്, സെസ്കോയുടെ ഗോളിനെ കുറിച്ചൊക്കെ പറയുന്ന അതേ പ്രാധാന്യത്തോടു കൂടി ഒരാളുടെ മുടിവെട്ടൽ, മുടിക്കഥ അല്ലാതെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്, അതാണ് റൂണി എടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, ഈ ഫ്രാങ്ക് ഗില്ലറ്റ് എന്ന് പറയുന്ന വ്യക്തി 2024 ഒക്ടോബർ 5-നാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ പറയുന്നത്, ഹി ഗേവ് ഹിംസെൽഫ് ഹിസ് ലാസ്റ്റ് ഹെയർ കട്ട് അണ്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വൺ 5 ഗെയിംസ് ഇൻ എ റോ എന്നാണ് അയാൾ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ ഈ 5 മത്സരങ്ങൾ തുടർച്ചയായി ജയിക്കുക എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ കളി ഒക്കെ ജയിച്ച് 4 കളി ജയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ 5-ാമത്തെ കളി ഇന്നലെ 1-1 സമനിലയിലാണ് പിരിഞ്ഞത്. അപ്പോൾ ഈ മുടിവെട്ടൽ നടക്കില്ലല്ലോ എന്നുള്ളത് കൊണ്ട് അയാൾ വളരെയധികം നിരാശനായി പോയിട്ടുണ്ടാകും എന്നാണ് പൊതുവെ പലരും വിശ്വസിക്കുന്നത്. നോക്ക്, നമ്മുടെ കമൻറ്റ് ബോക്സിലും അത്തരത്തിലുള്ളൊരു കമൻറ്റ് കണ്ടേ. അതിലൊക്കെ പറഞ്ഞത്, പാവം എത്രത്തോളം കൊതിച്ചിട്ടുണ്ടാവും മുടിയൊക്കെ വെട്ടാൻ വേണ്ടി, അത് ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിലായില്ലേ എന്നൊക്കെയാണ് കമൻറ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഇങ്ങനെയാണ്, പാവം ചെക്കൻ മുടി വെട്ടാൻ കുറേ കൊതിച്ചിട്ടുണ്ടാവും, ഒരാളുടെ കമൻറ്റാണ്. അപ്പോൾ അതിൽ ഒരിക്കലും അങ്ങനെ അയാൾ കൊതിച്ചിട്ടില്ല. മുടി വെട്ടണ്ട, കളി ജയിക്കണ്ട, 5 കളി തുടർച്ചയായി ജയിക്കണ്ട എന്നുള്ളതാണ് അയാൾ ചിന്തിക്കുന്നത് എന്ന് പറയുന്ന വെയിൻ റൂണിയാണ്. റൂണി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് നോക്കാം. റൂണി പറയുന്നത്, സത്യം പറഞ്ഞാൽ ഇയാളെ രാജ്യത്തിൻ്റെ ഒരു മൂല കൊണ്ടുപോയിടണം. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇയാൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇപ്പോൾ ക്യാരിക്കിനെ കുറിച്ചോ യുണൈറ്റഡിൻ്റെ കളിയെക്കുറിച്ചോ സെസ്കോയുടെ ഗോളിനെ കുറിച്ചോ ഒന്നുമല്ല. 5 കളി തുടർച്ചയായി ജയിക്കാത്തതുകൊണ്ട് അയാൾക്ക് മുടിവെട്ടാൻ പറ്റിയില്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഈ കളി 5-ാമത്തെ കളി എങ്ങാനും യുണൈറ്റഡ് ജയിച്ചിരുന്നെങ്കിൽ ഏറ്റവും അധികം നിരാശപ്പെടുക ഈ പറയുന്ന വ്യക്തിയായിരിക്കും. കാരണം നോക്കണം, കാരണം ബിക്കോസ് ഓൾ ഓഫ് എ സഡൻ ഹീ ഈസ് ഇർറിലവൻറ്റ്. ഓൾ ഓഫ് എ സഡൻ അയാൾക്കുള്ള എല്ലാ പ്രാധാന്യവും ഈ ലൈം ലൈറ്റും ഒക്കെ അങ്ങ് പോകും. മുടി വെട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. മുടി വെട്ടിക്കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായാൽ പിന്നെ അയാൾക്കൊരു പ്രാധാന്യമില്ലല്ലോ. അപ്പോൾ ലൈം ലൈറ്റിൽ നിന്ന് അയാൾ പോവും. അപ്പോൾ ടീം ജയിക്കാതിരിക്കലാണ് അയാളുടെ ആവശ്യമെന്ന് റൂണി പറയുന്നു. ഒരർത്ഥത്തിൽ നോക്കിയാൽ റൂണി പറയുന്നതും ശരിയല്ലേ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.